കുടിയേറ്റക്കാർക്കെതിരെ വെള്ളക്കാർ യു കെയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വാശി ഇന്ത്യക്കാരോട് പല രീതിയിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പല രീതിയിൽ അവർ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കായികപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലാത്ത രീതിയിലാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് യു കെയിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലുള്ള ഒരു ബില്ലാണ്. ഇന്ത്യൻ രൂപ വന്നിട്ട് 23,000 രൂപയാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് അടയ്ക്കാതെ പോയി എന്നാണ് അവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് അധികം നടക്കുന്നത് വെള്ളക്കാരായിട്ടുള്ള ആളുകൾ വാശി തീർക്കാൻ വേണ്ടി ഇന്ത്യക്കാരുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരെ മുടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ്. അല്ലാണ്ട് ഇന്ത്യക്കാരുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കൊടുക്കാതൊന്നും ഇരിക്കില്ല. അവരതിൽ പൈസ ഇല്ലാഞ്ഞിട്ടില്ല, അവർ വാശി അവരങ്ങനെ തീർക്കുകയാണ്. അപ്പോൾ യു കെയിലെ കുടിയേറ്റ നിയമങ്ങൾ വളരെ ശക്തമായി ഇന്ത്യക്കാർക്ക് പ്രതികൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളക്കാർ സമൂലമായി എഴുന്നേറ്റ് ഇന്ത്യക്കാർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർ വെള്ളക്കാരുടെ നാട്ടിൽ വന്ന് സാമ്പത്തികമായി പച്ചപിടിച്ച് എല്ലാ നിലകളിലും ഉന്നമനത്തിലേക്ക് വന്നപ്പോൾ വെള്ളക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു, അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, അവരുടെ രാജ്യത്തിൻ്റെ സാമൂഹിക ഘടന നഷ്ടപ്പെട്ടു, അതിലൊരുപാട് കലർപ്പ് വന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്കാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അത് അവസാനമല്ലെങ്കിലും അത് അങ്ങനെ വരുള്ളൂ. കാരണം വെള്ളക്കാർ വർണ്ണവിവേചനത്തിൻ്റെ ആളുകളാണ്. അവരെപ്പോഴും ഉന്നതമായ തരത്തിൽ ചിന്തിക്കുകയും അപ്രകാരം ജീവിക്കുകയും ഇന്ത്യക്കാരെ അവരുടെ താഴെ മാത്രം കാണുന്ന ആളുകളാണ്. അതിപ്പോൾ നമ്മളവിടെ പോയിട്ട് സാമ്പത്തികമായി പച്ചപിടിച്ചാലും, നല്ല കാറ് വാങ്ങിയാലും, നല്ല വീട് വാങ്ങിയാലും, നല്ല നിലയിൽ ജീവിച്ചാലും, ലക്ഷങ്ങൾ കൈകാര്യം ചെയ്താലും, അവരുമായിട്ട് എത്രമാത്രം ഫ്രീ ആയിട്ട് ഇടപഴകിയാലും അവർ അന്തിമത്തിൽ നമ്മളെ അങ്ങനെ കാണത്തുള്ളൂ. ഇപ്പോൾ കുടിയേറ്റ പ്രശ്നങ്ങൾ വളരെ കൂടിയിരിക്കുന്ന വേളയിൽ ഇന്ത്യക്കാരോട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വിട്ടുപോകാൻ അവരെ ആഹ്വാനം ചെയ്യാം. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവരെല്ലാം ജോലിയുള്ള ബന്ധത്തിലും ബിസിനസ്സിനുള്ള ബന്ധത്തിലാണ് വന്നിരിക്കുന്നതെങ്കിലും മിക്കവാറും ഉള്ള എല്ലാ ആളുകളും, പ്രത്യേകിച്ചും ഗൾഫിലെ ഷേഖുമാരൊക്കെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപാട് ഹോട്ടലുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ആ ഘടന പൊളിക്കത്തക്ക നിലയിലാണ് ലോകത്തിൻ്റെ മറ്റ് രാജ്യക്കാർ ശ്രമിക്കുന്നത്. അത് ഇംഗ്ലണ്ടുകാർക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അടിയാണ്. അവർ ബെല്ലും ബ്രേക്കും ഇല്ലാതെ കാണുന്ന എല്ലാവരെയും ആ രാജ്യത്ത് വന്നിട്ട് PR എടുക്കാൻ അനുമതി കൊടുത്തു. അവിടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ ആളുകളും അവിടെ വരാൻ തുടങ്ങി. കാരണം ഉന്നതമായ ജീവിത നിലവാരമുള്ള ഒരു രാജ്യമാണ്, ശാന്തമായ ഒരു രാജ്യമാണ്, നല്ല കാലാവസ്ഥയാണ്, കുറ്റകൃത്യങ്ങൾ വളരെ കുറവായിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷുകാരെ മുതലാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇപ്പോൾ തിരിച്ച് കുടിയേറ്റക്കാർക്കെതിരെ വാളെടുക്കുന്നത്.